കോഴിക്കോട് പുതിയപാലം ചുള്ളിയിൽ അങ്കണവാടിയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ അപകട സമയത്ത് കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കോഴിക്കോട് കോർപ്പറേഷനോട് പലതവണ പരാതിപ്പെട്ടിട്ടും കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുയരുന്നുണ്ട്. പുതിയപാലം ചുള്ളിയിലാണ് ഉഷസ് എന്ന് പറയുന്ന ഈ അങ്കണവാടി ഇന്ന് രാവിലെയാണ് തകർന്നത്. രാവിലെ 9:30 അധ്യാപികമാർ ഇവിടെയുള്ള അധ്യാപികയും അങ്കണവാടി ഹെൽപ്പറും ഇവിടെ എത്തി ഈ അങ്കണവാടി തുറന്നു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഇതിൻ്റെ മേൽക്കൂര തകർന്ന നിലയിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൻ്റെ മുകളിലുള്ള പാളികളെല്ലാം തന്നെ കോൺക്രീറ്റ് പാളികളെല്ലാം തന്നെ താഴേക്ക് അടർന്നു വീഴുകയായിരുന്നു. നിരവധി കുട്ടികൾ ഇവിടെ എത്താറുണ്ടായിരുന്നു. പക്ഷേ രാവിലെ 9:30 ഇത് തുറക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പാളികൾ അടർന്നു വീണതായി കണ്ടതോടുകൂടി പിന്നീട് ഈ കാര്യം അങ്കണവാടി അധ്യാപികയും ഹെൽപ്പറും എല്ലാം തന്നെ വർക്കറും ഹെൽപ്പറും എല്ലാം തന്നെ നാട്ടുകാരെല്ലാം അറിയിക്കുകയായിരുന്നു. വളരെ ശോചനീയമായൊരു അവസ്ഥയാണ് ഈ അങ്കണവാടിയുടേത്. നേരത്തെ തന്നെ ഈ അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പലതവണ നാട്ടുകാരെല്ലാം കോർപ്പറേഷൻ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയൊന്നും തന്നെ കോർപ്പറേഷൻ അധികൃതർ ചെവിക്കൊണ്ടില്ല എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇത് പ്രവൃത്തി സമയത്തായിരുന്നു ഈ ഒരു അപകടമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ മുകളിലത്തെയും താഴത്തെയും ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇപ്പോൾ നിലവിൽ ഈ മുകളിൽ അത്രയധികം ഭാഗത്താണ് ഈ ഒരു കോൺക്രീറ്റ് അടർന്ന് വീണിരിക്കുന്നത്. താഴെ കണ്ടാൽ മനസ്സിലാകും കസേരയിലേക്ക് ഉൾപ്പെടെ ഇതിൻ്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന സാഹചര്യമാണ്. ഇത് പ്രവൃത്തി സമയത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്കെല്ലാം തന്നെ വലിയ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നാട്ടുകാരുണ്ട്. ഈ സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ അധികാരികൾ ടീച്ചർമാർ മാറി വന്ന 3 ടീച്ചർമാർ ഇതിന് കോർപ്പറേഷനെ ഇതിനെ ധരിപ്പിക്കുകയും ഇതിങ്ങനെ ശോചനീയമായ അവസ്ഥയിലാണ് ധരിപ്പിക്കുകയും അതിൽ കൗൺസിലറെ ബോധ്യപ്പെടുത്തുകയും കൗൺസിലർ ഈ ഭാഗത്തേക്ക് ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ഒരു സംഭവങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിൽക്കുകയാണ്. ഒരു ശോചനീയമായ അവസ്ഥയിൽ അവർ കാണുന്നുണ്ട്. പക്ഷേ കൗൺസിലർ ഒരു ധാർഷ്ട്യം കൊണ്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് ഇന്ന് രാവിലെ കുട്ടികൾ വന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അനിയൻ്റെ മക്കൾ അതായത് എൻ്റെ വീട് ഇവിടെ നിന്ന് 4-5 വീട് അപ്പുറമാണ്. അപ്പോൾ അവരൊക്കെ ഇവർ വരുന്ന കുട്ടികളാണ്, അവർ മക്കളൊക്കെ വീട് വരുന്നത്. അതിന് ശേഷം ഈ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയൊരു വൻ ദുരന്തത്തിന് ഞങ്ങൾ ഇപ്പോഴും ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇത് തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിയൊന്നും പോയിട്ടില്ല. ഇപ്പോഴാണല്ലോ നമ്മളിത് കാണുന്നത്. ഇനി നൽകുന്നു വിചാരിക്കുന്നു. കാരണം എല്ലാവരും പുറത്ത് രക്ഷിതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരും കൊടുക്കുന്നു വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങുന്ന കാര്യമാണ് ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള സമീപവാസികൾ ആലോചിക്കുന്നത്. പോലീസിന് ഈ ഒരു വിഷയത്തിൽ വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന സാഹചര്യം നിയമപരമായി തന്നെയുണ്ട്. പക്ഷേ പോലീസ് പരാതി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ ഒരു കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെയും കസബ പോലീസ് സ്റ്റേഷന്റെയും പരിധിയിലാണ് ഈ പുതിയപാലം ചുള്ളി എന്ന് പറയുന്ന ഈ അങ്കണവാടി നിലനിൽക്കുന്നത്. ഇതിൽ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട് നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം കൂടി നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഒരു വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ പരാതി ഉന്നയിച്ച ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ അങ്കണവാടിയുടെ കോൺക്രീറ്റ് അടർന്നിളകിയതുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ വിഷയത്തിൽ നിന്നും കൈ കഴുകാൻ വാർഡ് കൗൺസിലർ അടക്കമുള്ള കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർക്ക് സാധിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് നാട്ടുകാർ. ചുള്ളി അങ്കണവാടിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.